أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 256. അർത്ഥം: അല്ലാഹു അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനുമാകുന്നു. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എല്ലാം അവൻ്റേതാകുന്നു. അവൻ്റെ അനുമതി കൂടാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട്? അവരുടെ മുൻപിലുള്ളതും പിൻപിലുള്ളതും എല്ലാം അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ പ്രാപിക്കുന്നില്ല. അവൻ്റെ സിംഹാസനം ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ചു നിൽക്കുന്നു. അവയുടെ സംരക്ഷണം അവനെ ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അത്യുന്നതനും മഹാനുഭാവനുമാകുന്നു. കഴിഞ്ഞ ദറസിൽ ശുപാർശ ചെയ്യാൻ അള്ളാഹു ആർക്കാണോ അനുവാദം നൽകുന്നത് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വരെയാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർച്ചയിൽ ഹുസൂർ പറയുന്നു, ഇനി മറ്റൊരു കാര്യം ബാക്കിയുള്ളത് ഒരാൾക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അവൻ്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് ശരിയായിരിക്കാം. എന്നാൽ ഒരു രാജാവിന് ദർബാരികൾ ഉള്ളതുപോലെ സേവകർ ഉള്ളതുപോലെ അവർ വഴി രാജാവിലേക്ക് എത്തിച്ചേർന്ന് ആനുകൂല്യങ്ങളും മറ്റും നേടിയെടുക്കാവുന്നത് പോലെ അള്ളാഹുവിനും അത്തരം സേവകർ ഉണ്ടാവുകയില്ലേ? ഇതിന് മറുപടിയായിക്കൊണ്ട് ഹുസൂർ പറയുന്നു, അള്ളാഹുവും ഈ ദുനിയാവിലെ രാജാക്കന്മാരും ഒരുപോലെയല്ല. ദുനിയാവിലെ രാജാക്കന്മാർ സേവകരെ വെക്കുന്നത് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജാവിനെ നേരിട്ട് അറിയാത്തത് കൊണ്ട് രാജ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിനാകട്ടെ നിങ്ങളുടെ മുൻപുള്ളതും പിൻപുള്ളതുമായ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് സേവകരെ വെക്കേണ്ട ആവശ്യവുമില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്നതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്നാമത്തെ അർത്ഥം, അള്ളാഹു മനുഷ്യരുടെ ഭാവിയിലുള്ള കാര്യങ്ങളും അറിയുന്നു. അതുപോലെ അള്ളാഹു മനുഷ്യരുടെ ഭൂതകാര്യങ്ങളും അറിയുന്നു. രണ്ടാമത്തെ അർത്ഥം, മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു അറിയുന്നു. അതുപോലെ മനുഷ്യർ ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ഉപേക്ഷിച്ചതുമായ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഒരു സേവകരെ വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും അവർക്ക് വലയം ചെയ്യാൻ കഴിയില്ല. ഈ ആയത്തിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിൻ്റെ അറിവിനെ ആർക്കും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ ആയത്തിൽ മറ്റൊരു കാര്യത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യത്തിൻ്റെ വഴികൾ അത്രമേൽ പരിധിയില്ലാത്തതാണ്. അത് പൂർണ്ണമായി പിന്നിടാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഒരു ദാസൻ അള്ളാഹുവിൻ്റെ സമീപത്തിൽ മുന്നേറുമ്പോൾ തൻ്റെ പദവിക്കനുസരിച്ച് അവൻ്റെ പ്രകാശത്തെയും അനുഗ്രഹങ്ങളെയും തന്നിലേക്ക് ആവാഹിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ തൻ്റെ അടുത്ത തജല്ലി, അടുത്ത പ്രകാശം അവന് വെളിപ്പെടുത്തുന്നു. അവൻ രണ്ടാമത്തെ പ്രകാശത്തെയും ഉൾക്കൊള്ളുമ്പോൾ അവൻ മൂന്നാമത്തെ പ്രകാശത്തിന് യോഗ്യനായി എന്ന് അള്ളാഹു കാണുന്നു. അങ്ങനെ അവൻ മൂന്നാമത്തെ തജല്ലിയും മൂന്നാമത്തെ പ്രകാശവും അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ രീതിയിൽ അവൻ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ മുന്നേറിക്കൊണ്ടേ പോകും.
ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം പരിധികളില്ലാത്തതാണ്. ആർക്കും അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. വസിയ കുർസിയുഹു സമാവാതി വൽ അർള്, അതായത് അള്ളാഹുവിൻ്റെ വിജ്ഞാനം ആകാശങ്ങളെയും ഭൂമിയെയും വലയം ചെയ്തിരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവന് പരമമായ ജ്ഞാനമുണ്ട്. അവൻ്റെ അറിവിന് പുറത്തായി യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജ്ഞാനം തികച്ചും പരിമിതമാണ്. ചിലപ്പോഴൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് അത് വളരെ നല്ലതാണെന്ന് മനുഷ്യൻ കരുതിയേക്കാം, എന്നാൽ അതിൻ്റെ പരിണിത ഫലം വളരെ മോശമായേക്കാം. ഉദാഹരണത്തിന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മീർ അബ്ബാസ് അലി ലുധിയാനവിയെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ നേക്കായ വ്യക്തിയാണ് എന്ന് അറിയിപ്പ് നൽകപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഹുസൂർ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അറിവ് ഒന്നും നൽകപ്പെട്ടിരുന്നില്ല. അയാൾ മുർത്തദായി പോകുമെന്നും അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് അള്ളാഹു ഹുസൂറിന് അതിനെക്കുറിച്ചുള്ള അറിവ് നൽകുകയുണ്ടായി. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ജ്ഞാനം വളരെ പരിമിതമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പൂർണ്ണമായ വിജ്ഞാനം അള്ളാഹുവിന് മാത്രമാണുള്ളത്. അവൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം അളക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. വസിയ കുർസിയു സമാവാതി വൽ അർള് എന്നതിൽ സയൻസിലെ മഹത്തായ ഒരു നിരീക്ഷണത്തിലേക്കും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ നീളവും വ്യാപ്തിയും എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി കണക്കാക്കുന്നത് പ്രകാശത്തിൻ്റെ വേഗതയെ അടിസ്ഥാനമാക്കിയാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 1,80,000 മൈൽ സഞ്ചരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ വിശാലത അളക്കുന്നത് ഈ പ്രകാശത്തിൻ്റെ വേഗതയിലൂടെയാണ്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു നൂർ സമാവാതി വൽ അർള്, അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമികളുടെയും പ്രകാശമാകുന്നു എന്ന സൂറത്തു നൂറിലെ 36 വചനത്തിൻ്റെ സത്യതയ്ക്കുള്ള തെളിവാണ്. കാരണം ആകാശഭൂമികളുടെ വിശാലത നിങ്ങൾക്ക് മറ്റൊരു വസ്തുവും കൊണ്ടും അളക്കാനാവില്ലെന്നും പ്രകാശത്തിലൂടെയും അതിൻ്റെ വേഗതയിലൂടെയും മാത്രമേ അത് സാധിക്കുകയുള്ളൂവെന്നുമാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രപഞ്ചത്തിൻ്റെ നീളം 6000 പ്രകാശവർഷമാണ് എന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ഗവേഷണങ്ങളിൽ ഇതെല്ലാം തെറ്റാണെന്ന് വ്യക്തമായി. പ്രപഞ്ചത്തിൻ്റെ നീളം നമുക്ക് ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരു കുട്ടിയുടെ ഉയരം വർദ്ധിക്കുന്നത് പോലെ പ്രപഞ്ചവും നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറ അസ്-സുമറിൽ 68-ാമത്തെ ആയത്തിൽ പറയുന്നു, തീർച്ചയായും പുനരുദ്ധാരണ നാളിൽ ഭൂമി മുഴുവനും അവൻ്റെ കൈപ്പിടിയിൽ അമർന്നിരിക്കും, ആകാശങ്ങൾ അവൻ്റെ വലതു കൈയിൽ ചുരുട്ടപ്പെടുകയും ചെയ്യും. അതായത് ഭൂമി മുഴുവൻ അവൻ്റെ ഉടമസ്ഥതയിലാണ്. ആകാശവും ഭൂമിയും പുനരുദ്ധാരണ നാളിൽ അള്ളാഹുവിൻ്റെ വലതു കൈയിൽ ചുരുട്ടപ്പെട്ട നിലയിലായിരിക്കും. അള്ളാഹുവിൻ്റെ കൈപ്പിടിയിലുള്ളതിൻ്റെ വ്യാപ്തി അളക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജ്ഞാനം ഒരു നിഗമനത്തിനടുത്ത് എത്തുമ്പോഴേക്കും അള്ളാഹു പ്രപഞ്ചത്തെ വീണ്ടും വികസിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ശാസ്ത്രം പോലും വസിയ കുർസിയുഹു സമാവാതി എന്നതിൻ്റെ സത്യാവസ്ഥ അംഗീകരിച്ചിരിക്കുന്നു. ആകാശഭൂമികളുടെ വിശാലത അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കണക്കാക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം സമ്മതിക്കുകയും ചെയ്യുന്നു. വലാ യഊദുഹു ഹിഫ്ദുഹുമാ. ഹുസൂർ പറയുന്നു, ഇനി വേണമെങ്കിൽ ഒരാൾക്ക് പറയാൻ സാധിക്കും, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ അള്ളാഹുവിന് സേവകരുടെ ആവശ്യമില്ലെങ്കിൽ പോലും പ്രപഞ്ചത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സേവകരെ വെച്ചിട്ടുണ്ടാകില്ലേ? പറയുന്നു, അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. അവൻ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ മേലുള്ള അധികാരം അത്രമേൽ വിശാലമാണ്. യാതൊന്നും അവൻ്റെ നിയന്ത്രണത്തിന് പുറത്തല്ല. പ്രപഞ്ചത്തിൻ്റെ പരിപാലനം അവനെ ഒട്ടും തളർത്തുകയോ ഇല്ല, മടുപ്പിക്കുകയുമില്ല. ഇനി ഒരാക്ഷേപം അവശേഷിക്കുന്നത് അറിവിനോ സഹായത്തിനോ വേണ്ടി അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ലെന്ന് സമ്മതിക്കാം. എന്നാൽ സ്വന്തം പ്രതാപവും പ്രൗഢിയും പ്രകടിപ്പിക്കാൻ അള്ളാഹു ചില സേവകരെ വെച്ചിട്ടുണ്ടാകില്ലേ? ഈ ആക്ഷേപത്തിനുള്ള മറുപടിയായി പറയുന്നു, അവൻ അലിയുൽ അദീമാണ്, അത്യുന്നതനും മഹാനുഭാവനുമാണ്. അതായത് അവൻ മഹാനാണ്,
അവനോടൊപ്പം ചേർന്ന് അവൻ്റെ പദവിയെ ഉയർത്തി കാണിക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും സ്വന്തം പദവി ഉയരുമെന്നല്ലാതെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പദവിക്ക് യാതൊരു വർധനവും ഉണ്ടാവുകയില്ല. അതിനാൽ പ്രതാപം പ്രകടിപ്പിക്കാൻ അള്ളാഹുവിന് സേവകരെ ആവശ്യമില്ല. കാരണം അവൻ അത്യുന്നതനും മഹാനുഭാവനുമാണ്. ഇതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം. ഇത്രയും ഉന്നതനായ ഒരു ദൈവം ഉണ്ടായിരിക്കെ ആരെങ്കിലും മറ്റാരുടെയെങ്കിലും അടുത്ത് പോവുകയാണെങ്കിൽ അതിലും വലിയ വിഡ്ഢിത്തം മറ്റൊന്നുമില്ല. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.